ഹലോ കൂട്ടുകാരെ, ഞാൻ ജസ്റ്റ് ഒരു ട്രയലിലാണ്. കാരണം എനിക്ക് നാളെ ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് വേണ്ടി നന്നായി റെഡി ആവണം. അതുപോലെ ഫേസൊക്കെ കുറച്ച് ഭംഗിയായിട്ടിരിക്കണം. അപ്പോൾ ആക്ച്വലി നോക്കിയിട്ട് ഫേസ് എല്ലാം ഭയങ്കര പഫിനെസ്സാണ്. എനിക്ക് ബ്രീതിങ് ഇഷ്യൂ ഉണ്ട്, എസ്പെഷ്യലി ഡ്യൂ ടു അലർജി. അപ്പോൾ ഞാൻ അലർജിയുടെ മെഡിസിൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻഹെയിലർ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റീറോയിഡ് കലർന്ന ഇൻഹെയിലർ അതൊക്കെ അടിച്ചു കഴിയുമ്പോൾ അതുകൊണ്ടാവാം ചിലപ്പോൾ ഫേസിന് ഭയങ്കര പഫിനെസ്സാണ്. അപ്പം ഞാൻ ഇച്ചിരി സങ്കടത്തില്ല. എൻ്റെ ഫേസ് ഇങ്ങനെ പഫി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ എനിക്കൊരു പെയ്ഡ് പ്രൊമോഷനും ഇല്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് തന്നെ ഞാനിത് പരീക്ഷിക്കുകയാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ തേച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ആലോ ഗ്രേസ് എന്നാണ്. അപ്പോൾ ഏതായാലും നോക്കട്ടെ ഇതും കൊണ്ട് എന്തെങ്കിലും മെച്ചപ്പെടുമോന്ന്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര പഫി ആയിട്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഫേസ് പഫി ആയിട്ടിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. പിന്നെ ട്രൈ ചെയ്ത് നോക്കട്ടെ അതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ. Thanks to my face, thanks to my eyes, thanks to my hair. ഇതൊക്കെ നമ്മൾ പറയണം. കാരണം ഇത് ഓരോന്നാണ് നമുക്ക് സന്തോഷവും നമുക്ക് ജീവിക്കാനുള്ള ഓരോ സംഭവങ്ങളും ഒക്കെ നമുക്ക് തരുന്നത്. ഇപ്പം നമുക്ക് സൈനസൈറ്റിസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ പഫിനെസ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ആവി പിടിച്ചാലൊക്കെ ഇത്തിരി മെച്ചം കാണുമായിരിക്കും. പിന്നെ ഈ ആയുർവേദത്തിൽ നസ്യമൊക്കെ ചെയ്താൽ ചിലപ്പോൾ നന്നായിരിക്കും തോന്നുന്നു. അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഫേസ് ഒന്ന് മസാജ് ചെയ്തൊക്കെ നോക്കുക ഒക്കെ ശരിയാവുമെന്ന്. ആക്ച്വലി നമ്മുടെ ഫേസിന് നമ്മൾ തന്നെ ഒന്ന് പാമ്പറൊക്കെ ചെയ്ത് കൊടുക്കണം. നമ്മൾ തന്നെ നമ്മുടെ ഫേസിനെ ഒന്ന് സ്നേഹിക്കണം. അപ്പോഴൊക്കെ ആ ഫേസ് നന്നായിട്ടിരിക്കും. കുറേ നേരം കൂടുതൽ നേരം ഉറങ്ങിയാലും നമ്മുടെ ഫേസ് പഫി ആയിട്ടിരിക്കുമല്ലോ. പക്ഷേ എനിക്ക് ആക്ച്വലി ഇപ്പോഴായി പിന്നെ സംടൈംസ് എനിക്ക് ശരിക്കും കൃത്യമായിട്ടൊരു ഉറക്കം കിട്ടുന്നില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് മൈ എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് അത്. അപ്പോൾ എനിക്ക് രാത്രി ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ പകൽ ഐ ഫീൽ ടു സ്ലീപ്പ്. എന്നിട്ട് അതും എനിക്ക് പ്രോപ്പറാവില്ല. അപ്പം അതൊക്കെ എൻ്റെ മുഖത്തത് കാണും. എന്തോരാന്ന് വെച്ചാൽ തേച്ചുകൊണ്ടിരിക്കുന്നേ അല്ലേ. നോക്കട്ടെ. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ തന്നെ എന്തോ ഒരു കുറച്ചൊക്കെ നമ്മുടെ ഫേസിനൊരു പാമ്പറിങ് അല്ലേ. വലിയ സുഖമൊന്നും ആയില്ല അല്ലേ. ഇനിയിപ്പോൾ അടുത്തൊരു പരീക്ഷണം കൂടി ചെയ്യാം. ഹലോ കൂട്ടുകാരെ, അപ്പം ഞാൻ ഇപ്പോൾ ഏതായാലും ആലോ ഗ്രേസ് തേച്ചു. മേ ബി എൻ്റെ ഇന്നത്തെ ഹെൽത്തിൻ്റെ പ്രശ്നം കൊണ്ടോ ശരിക്കുള്ള ഉറക്കമില്ലായ്മ കൊണ്ടോ എന്ന് അറിയത്തില്ല. ഇന്ന് എനിക്ക് അത്ര പെട്ടെന്ന് ആ പഫിനെസ് പോയില്ല. അപ്പം ഞാൻ ഒന്നും കൂടി ഫേസ് വാഷ് ചെയ്യുകയാണ്. ഞാൻ ഫേസ് വാഷിന് ഉപയോഗിക്കുന്നത് ബയോട്ടിക്കിൻ്റെ മോർണിംഗ് നെക്ടർ എന്ന് പറയുന്ന ഫേസ് വാഷാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല എന്ന് ആദ്യമേ പറയുകയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി വെനെവർ ഐ ഡു ഞാൻ ജെന്യുവിനായിട്ടാണ് ചെയ്യുന്നത് വീഡിയോസ്. അടുത്ത പരീക്ഷണമാണ് കോട്ടയ്ക്കലിൻ്റെ അലോവേര ജെല്ല്. ഇവരാരും എന്നോട് പെയ്ഡ് പ്രൊമോഷന് വേണ്ടി സമീപിച്ചിട്ടില്ല കേട്ടോ. ഞാൻ തന്നെ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഇത് കോട്ടയ്ക്കലിൻ്റെ ആലോവേര ജെല്ലാണ്. ഞാൻ നോക്കട്ടെ ഇതും കൊണ്ട് ഞാൻ മെച്ചപ്പെടുമെന്ന് നോക്കാം. എൻ്റെ ദൈവമേ, ഫേസ് നന്നായിട്ടിരിക്കണമെങ്കിൽ അതിനനുസരിച്ച് നല്ല ഫുഡ് കഴിക്കണം എന്നാണ് മെയിനായിട്ട് പറയുന്നത്. നല്ല പച്ചക്കറി, സാലഡ്, ക്യാരറ്റ് ഒക്കെ കഴിക്കുക എന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വരണം. ഞാനിങ്ങനെ നോക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒന്നിനും ക്ഷമയില്ലാത്ത ഒരാളാട്ടോ.
എൻ്റെ പല വീഡിയോയിലും ഞാൻ മേക്കപ്പ് എങ്ങനെയെങ്കിലും ഒഴിവാക്കി. സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഒന്നാമത് ചെയ്യാനും അറിയില്ല, വളരെ വൃത്തിയായിട്ട് മേക്കപ്പ് ഇടാനും അറിയില്ല. ആകെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട്. എന്നെങ്കിലും എൻ്റെ ഫേസ് ഇപ്പം ശരിയായോ? ഇപ്പോഴും കണ്ണിൻ്റെ താഴെയുള്ള ആ ഒരു കട്ടി അത് പോയിട്ടില്ല. അപ്പം ഇന്നത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ സമാധാനപ്പെടാം അല്ലേ. നാളെ ആകുമ്പോഴത്തേക്കും ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നന്നായിട്ടൊരു സ്ലീപ്പ് കിട്ടിയാൽ തന്നെ നാളെ പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്കും ഭംഗിയാവും. മെയിനായിട്ട് അടുത്ത പരീക്ഷണമാണ്. ഇത്രയൊക്കെ ചെയ്തല്ലോ, ഇനിയിപ്പം അടുത്ത പരീക്ഷണമാണ് ഗാർണിയറിൻ്റെ റിങ്കിൾ ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. ഇതും കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും നോക്കട്ടെ കേട്ടോ. ഏതായാലും ഇതൊന്നും എനിക്ക് ദോഷം ചെയ്തിട്ടില്ല, ആ ഒരു ധൈര്യത്തിലാണ്. ഇപ്പോൾ ഉപകാരം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് നല്ല ഹെൽപ്ഫുള്ളാന്ന്. എന്താ പറയുക, എല്ലാം നമ്മുടെ മൂഡും നമ്മുടെ ഹോർമോണൽ ചേഞ്ചും എല്ലാം നമ്മുടെ സ്കിന്നിനെ ഫേസിനെയൊക്കെ ബാധിക്കും. നമുക്ക് എത്ര സന്തോഷമുണ്ട്, സ്ട്രെസ്സുണ്ട്, ഇതെല്ലാം എല്ലാ ദിവസവും ഒരേപോലെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമോ അല്ലേ? ഒക്കെ അല്ലേ അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ താളം അല്ലേ? ഏതായാലും എനിക്ക് എൻ്റെ യൂട്യൂബിൽ എന്നെ കാണുന്ന എൻ്റെ കൂട്ടുകാർ ആരായാലും അവർക്ക് ദോഷം വരുന്ന ഒന്നും കാണിക്കരുത്. മീൻസ് എസ്പെഷ്യലി മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആകുമ്പോഴത്തേക്കും എൻ്റെ ജെനുവിൻ റിവ്യൂ ആയിരിക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. അപ്പം ഏതായാലും തൽക്കാലം ഇത്രയൊക്കെ. ഞാൻ അധികം ഫൗണ്ടേഷൻ അങ്ങനെയൊന്നും തേക്കാറില്ല. ഒന്നാമത് ഫൗണ്ടേഷനൊക്കെ ഇട്ടാൽ ഞാൻ ഭയങ്കര സ്വെറ്റ് ചെയ്യുന്ന ആളാണ്. അത് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പ്രേ ഒക്കെ അടിച്ചാലും അതൊന്നും അവിടെ ഇരിക്കാറും ഇല്ല. ഒന്നാമത് അധികം ചെയ്യാത്തതുകൊണ്ട് എന്തോന്ന് അറിയത്തില്ല. ഇത് ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വേറൊരു കോമാളി പോലെ ആവാറുണ്ട്. അതുകൊണ്ടൊരു വിശ്വാസം പോരാ. അപ്പോൾ തൽക്കാലം ഒരു ലിപ്സ്റ്റിക്ക് മാത്രം അടിക്കാം കേട്ടോ. ഇത് കളർ എനിക്കിഷ്ടമായിട്ടോ. ഇത് ഫേസസ് കാനഡ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണേ. എനിക്കിഷ്ടപ്പെട്ടു ഇതിൻ്റെ. ഇത് നമ്പർ എത്രയാണാവോ? നമ്പർ കേട്ടോ. നമ്പർ ഈസ് ആക്ച്വലി 03. അപ്പോൾ ഫേസ് കാനഡയുടെ ഈ ലിപ്സ്റ്റിക്ക് ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് കോട്ടക്കലിൻ്റെ ആലോവേര ജെല്ല്, ആലോ ഗ്രേസ്, ഗാർണിയറിൻ്റെ റിങ്കിൾ ലിഫ്റ്റ്, പിന്നെ എന്താ പറയുക ബയോട്ടിക്കിൻ്റെ ഫേസ് വാഷ്. ഇതേതെങ്കിലുമൊക്കെ നമ്മളെ രക്ഷിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാൻ സുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ഒരു ലിപ് ഗ്ലോ ആകട്ടോ. എനിക്ക് ഒരു ബ്രാൻഡിനെ കുറിച്ച് വലിയ നിശ്ചയമൊന്നുള്ള ആളല്ല. കണ്ടപ്പോൾ കൊള്ളാൻ തോന്നി. ഏതായാലും സ്റ്റുഡിയോക്കാരെന്നെ പറ്റിക്കില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം. അത് നന്നായില്ലേ? ഷോ മുടിയൊക്കെ ആക്ച്വലി ഇന്ന് കുറേ എണ്ണയൊക്കെ തേച്ചിട്ട് ആകെ ചപ്പളാങ്കട്ടയായിട്ടിരിക്കുകയാണ്. ഫേസ് ഇപ്പോഴും അങ്ങോട്ട് ശരിയായില്ല. നാളെ പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്കും ഒത്തിരി സുന്ദരി ആവണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. ആകുമോ എന്തോ. മുടിയൊക്കെ കുറേ കൂടി എണ്ണയൊക്കെ ഇട്ടോ. ഒന്നാമത് വെച്ചാൽ കോഴിവാല് പോലെ ഇരിക്കുന്നൊരു മുടിയാണ്. ഇതിന് നാളെ എന്തോരം ഉണക്കി ഇതൊക്കെ ചെയ്താലാണ് നാളെ ഒന്ന് റെഡിയാകാൻ പറ്റുക. നാളെ ഞാൻ നന്നായിട്ട് റെഡിയായി നല്ല ഭംഗിയായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും അയച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ പ്രോഗ്രാം നാളെ 1-2 പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ നന്നാവണമെന്നൊന്ന് പ്രാർത്ഥിക്കണം. താങ്ക് യു. പിന്നെ എൻ്റെ ഈ ഫേസിന് ഇപ്പം ഞാൻ ഇത്രയും ചെയ്തതും കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഗ്ലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഞാൻ അതും കൂടി കാണിക്കാം. ബൈ, സീ യു. പക്ഷെ എന്തോ വ്യത്യാസം വന്നു കേട്ടോ. എനിക്കാണ് യൂട്യൂബിലെ ഓഡിയൻസ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയും കൂടിയാണെന്ന് തോന്നുന്നു എൻ്റെ മുഖത്തൊരു ഗ്ലോ വന്നത്. സത്യമായിട്ടും ഏതായാലും ഇത്ര നേരം മെനക്കെട്ടത് വെറുതെ ആയില്ല കേട്ടോ. ഇപ്പം എനിക്ക് ഫേസിൽ സന്തോഷം വന്നു.
യൂട്യൂബിലുള്ള എല്ലാവരും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. പക്ഷെ എന്തോ വ്യത്യാസം വന്നു കേട്ടോ. എനിക്ക് യൂട്യൂബിലെ ഓഡിയൻസിൻ്റെ ഒരു ഓഡിയൻസ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയും കൂടിയാണെന്ന് തോന്നുന്നു എൻ്റെ മുഖത്തൊരു ഗ്ലോ വന്നത്. സത്യമായിട്ടും ഏതായാലും ഇത്ര നേരം മെനക്കെട്ടത് വെറുതെ ആയില്ല കേട്ടോ. ഇപ്പം എനിക്ക് ഫേസിൽ സന്തോഷം വന്നു. യൂട്യൂബിലുള്ള എല്ലാവരും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട കൂട്ടുകാരാണ് കേട്ടോ. കാരണം പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ സത്യസന്ധമായ റിവ്യൂ ആണ് കേട്ടോ എൻ്റെ ഇന്നത്തെ. എന്താ പറയുക, ഇപ്പം ഞാൻ അധികം മേക്കപ്പ് പ്രോഡക്ട്സ് പരീക്ഷിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടും പിന്നെ ഇതിനു വേണ്ടിയൊക്കെ ഒത്തിരി പൈസ മുടക്കാനൊന്നും എനിക്ക് താല്പര്യവുമില്ല. പിന്നെ ഓവറായിട്ട് ഫേസിലൊക്കെ ഓരോന്ന് പരീക്ഷിക്കാനും താല്പര്യമില്ല കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിരുന്നു. അപ്പം ഞാൻ ചില പരീക്ഷണങ്ങൾ ഞാൻ ലൈവായിട്ട് അങ്ങ് നടത്തി അതിനെ ഒട്ടും എഡിറ്റ് പോലും ചെയ്യാതെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിരുന്നു. പക്ഷേ ഒരു കാരണം ഞാൻ സത്യസന്ധമായിട്ട് എനിക്ക് തോന്നിയതാണ്. ഞാൻ ചെയ്തു തുടങ്ങി. അപ്പോൾ എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫേസ് ഗ്ലോ ആയി. എന്ന് വെച്ചാൽ എനിക്ക് സന്തോഷമായി എൻ്റെ ഫേസ് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി രണ്ട് കാരണം പറയും. ഒന്ന്, ഞാൻ എൻ്റെ ഫേസിനെ ഒന്ന് പാമ്പർ ചെയ്യാൻ ശ്രമിച്ചല്ലോ. അതിന് എന്താ പറയുക, ബൈ നേച്ചർ തന്നെ ദൈവം നമുക്കൊരു ഹാപ്പിനെസ് നമുക്ക് തരും. നമ്മുടെ ബോഡി അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അടുത്തത് എൻ്റെ പ്രതീക്ഷയാണ്. അതായത് യൂട്യൂബിൽ എൻ്റെ കൂട്ടുകാർ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു വിശ്വാസം. അപ്പോൾ അത് എനിക്ക് ഒരു ഹോപ്പ് തന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഹോപ്പും കൂടെ എൻ്റെ ഫേസിൽ ഗ്ലോ ആയിട്ട് വന്നു എന്നാണ് ഞാൻ ഉറച്ച വിശ്വസിക്കുന്നത്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒത്തിരി ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി കംപ്ലീറ്റ്ലി ഞാൻ അത് എങ്ങനെയാണോ വീഡിയോ എടുത്തത് അത് അങ്ങനെ തന്നെ അയക്കുകയാണ്. ഒന്ന് കണ്ടു നോക്കണം. ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് വെച്ചാൽ മീൻസ് മൈ ഫേസിൻ്റെ സ്കിന്ന് അല്ലെങ്കിൽ പഫിനെസ് ഒക്കെ പോകാൻ വേണ്ടി ഞാൻ ചെയ്ത ട്രയൽ എന്നെ ഹെൽപ്പ് ചെയ്തു. നിങ്ങളും നോക്കൂ കേട്ടോ. താങ്ക് യു.